സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അമ്പനാട് ഹിൽസിലാണ് കേട്ടോ. അമ്പനാട് ഹിൽസിൽ മുകളിൽ വന്ന് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഡേഞ്ചർ സ്ഥലത്ത് പോയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ആനച്ചാടി വഴി അങ്ങോട്ട് കഴുതുരുട്ടിലേക്ക് പോണ വീഡിയോ ആണ്. കഴുതുരുട്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്ന് നമ്മളങ്ങനെ ഇനി പോകുന്നത് ആനച്ചാടിയിലോട്ടാണ്. ആനച്ചാടി അപ്പോൾ താഴോട്ട് അടിപൊളി തോട്ടം കണക്ക് കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആനച്ചാടി വഴി നേരെ കഴുതുരുട്ടിക്ക് പോവാം. ഇവിടെ മൊത്തം തേയിലത്തോട്ടമാണ്. അപ്പോൾ അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആനച്ചാടി വഴി പോകുന്നതും ഒരു റിസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ. ഡേഞ്ചർ വഴിയാണ്, അതായത് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഡേഞ്ചർ വഴി. ആനയൊന്നും ഇല്ലായിരുന്നാൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ മുകളിലോട്ട് പോകുന്നത് അടിപൊളി സ്ഥലം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അണ്ണനെ അങ്ങോട്ട് കൊണ്ടാക്കി അണ്ണൻ്റെ വണ്ടി അങ്ങോട്ട് പോകണം. നമ്മളെ ബൈക്ക് അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ 2-3 വണ്ടിയൊക്കെ കണ്ടെന്തായാലും. നേരത്തെ വണ്ടിയും കണ്ടില്ല, ആളിനെയും കണ്ടില്ല. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കേട്ടോ. ഇതൊരു എയർപിൻ്റെ വളവാണ് കേട്ടോ. എയർപിൻ വളവാണിത്. നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ താഴോട്ട് പോകാം. എന്താണെന്ന് നോക്കാം പോയി. ഇവിടെ മൊത്തം എന്താ ഗ്രാമ്പുവാണ് ഇതെല്ലാം കേട്ടോ. ഗ്രാമ്പുവിൻ്റെ മരങ്ങളാണ്. ഒന്നും കിളിർത്തിട്ടില്ല കേട്ടോ. എൻ്റെ സമയം ആയില്ലെന്ന് തോന്നുന്നു. ഫുള്ള് തോട്ടമാണ്. നല്ല രസമുള്ള സ്ഥലമാണിത്. അടിപൊളി. വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇതെവിടം വരെ പോകാൻ പറ്റുമോ? ആ ആ ആ ആ ആ അല്ലല്ലേ, ശരിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമ്മളെ കണ്ണിനകത്ത് കാണുന്നതാണോ ക്യാമറയിൽ കാണുന്നതെന്ന് അറിയാൻ പറ്റുക. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം. ഇത് ഫുള്ള് തോട്ടമാണ് കേട്ടോ. ഞാൻ അമ്പനാട് വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൂട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മൾ ആനച്ചാടിയിലോട്ട് പോകുന്ന റൂട്ടാണ്. അതൊരു പേടിപ്പിക്കുന്ന റൂട്ടാണ് കേട്ടോ. അവിടെ അങ്ങ് ആരും കാണത്തില്ല. ആന ഇറങ്ങുന്ന ഡേഞ്ചർ സ്ഥലമാണ്. ഇവിടെ എല്ലാം ഉള്ള സ്ഥലമാണ്, പക്ഷെ എന്നാലും നമുക്ക് കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലം. നോക്കേ, അരുവികൾ, തോട്ടങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ താമസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കണ്ടങ്ങനെ പോവാം. ഒരുപാട് ലയങ്ങളൊക്കെ തകർന്ന് ഇങ്ങനെ മണ്ണടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് ലയങ്ങളിലൊക്കെ ആൾ താമസമുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ പോയി കിടക്കുകയാണ്. ഇതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാന്ന് തോന്നുന്നു. തമിഴ്നാട് വൈബിലുള്ള അമ്പലമാണ് കേട്ടോ. വെള്ളയും ചുവപ്പും കളറൊക്കെ. ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ആനപ്പിണ്ടം കണ്ടോ? എൻ്റെ പൊന്നെ, ആൾ താമസമുള്ളിടത്തൊക്കെ ആണല്ലോ ആന ഇറങ്ങി വരുന്നത്. ആ റോഡ് മൊത്തം ഇഷ്ടംപോലെ ആനപ്പിണ്ടം. ഇതാണ്ട അവിടെയൊക്കെ ആനപ്പിണ്ടം കിടക്കുക. പ്രശ്നമൊന്നുമല്ല, പഴയതാണ്. ആന ഇറങ്ങും എന്തായാലും. ആന പുലി എല്ലാം ഇറങ്ങും ഇവിടെ. ആന, പുലി, കരടി ഒക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ്. അതൊന്നും എപ്പോഴും ഇങ്ങനെ റോഡിലൊന്നും നിൽക്കത്തില്ല. നമ്മൾ ആടും പശുവും കണക്കുന്നു. അതൊക്കെ ഇങ്ങനെ വരും, അതങ്ങ് പോവും. അടിപൊളി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നത്. ഇവിടെയെങ്ങും ആരും വരുന്നില്ല. ഇവിടെയെങ്ങും നമ്മൾ ആ മാമ്പഴത്ത് അവിടെ വരുമ്പം അവർ കൂടുതൽ ആൾക്കാർ വരുന്നത് ആ ടവറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് തിരിച്ചു പോകും. പിന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ആനച്ചാടി വഴി കയറി പോകുന്നത്. പിന്നെ എല്ലാവരും ഒന്നും വരത്തില്ല. ഈ റൂട്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല കേട്ടോ. ഇത് ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. അടിപൊളി. ആണ്ട അടിപൊളി.
എത്ര പറഞ്ഞാലും നമുക്ക് വർണ്ണിച്ചാലും മതി തീരത്തില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. ഇപ്പോൾ സമയം എത്രയായി? സമയമൊക്കെ 10 മണിയാവാൻ പോകണം കേട്ടോ. രാവിലെ ഇറങ്ങിയതാ. ഫുള്ളും തോട്ടങ്ങളാണ് സുഹൃത്തുക്കളെ, ഫുള്ളും തോട്ടങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ് നമ്മുടെ യാത്രയുടെ വിജയം. അപ്പോൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുന്നതേ വല്ലതൊക്കെ നിൽപ്പുണ്ടോയെന്നാണ് നോക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ആരും ഇല്ല കേട്ടോ. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊരു സന്തോഷം തോന്നി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആരും ഇല്ല, ഒരു വല്ലാതെ കിടക്കുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ തോട്ടത്തിലൊന്നും പണിക്കാരൊന്നും കാണത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഈ തേയില നുള്ളുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ കാണും, ഇന്ന് അവരും ഇല്ല. ഈ തേയില ഇവിടെ കൂടുതലും തേയിലയൊക്കെ കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുക, അതായത് വെട്ടി ഇങ്ങനെ മണ്ടയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ പുതിയ കിളിർത്ത് വരാൻ വേണ്ടി പുതിയതായിട്ട് ഇങ്ങനെ അങ്ങനെ നിർത്തിയിരിക്കുക. എല്ലാം തോണ്ട വെട്ടി നിർത്തിയിരിക്കുക. ഇവിടെ തോനയായിട്ടൊന്നുമില്ല. നമ്മളാ മൂന്നാറൊന്നും കാണുന്ന കണക്കില്ല, അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മളാ വന്ന ഭാഗത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ അടുക്കിന്. മൂന്നാറെന്ന് പറയുമ്പോൾ നല്ല കുറേ കൂടെ ഇതിലും കുറേ കൂടെ ഹൈറ്റിലൊക്കെ ഉള്ള സ്ഥലമില്ലേ. ഇവിടെ ഹൈറ്റിനൊരു കുറവുമില്ല കേട്ടോ. താഴോട്ട് നോക്കാം നിങ്ങൾ, ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ. ആ മലയുടെയൊക്കെ വലിപ്പം നോക്കേ, ഭയങ്കര ഉയരം. അപ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ അമ്പനാട് ഹിൽസ് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് ഞാനിങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നത്. ഭയങ്കര തണുപ്പ് കേട്ടോ ഇങ്ങോട്ട്, തണുത്ത കാറ്റും നല്ല തണുപ്പുണ്ട്. താഴോട്ട് കുറച്ച് ലയങ്ങളൊക്കെ കാണുന്നു കേട്ടോ, താഴോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയ്ക്കും വേണ്ടി തോട്ടമാണോ ഇവിടെയൊക്കെ? ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ സംഭവങ്ങളാണ്, ഇതെല്ലാം അവർ വെച്ച് പിടിപ്പിച്ചതാണിത്. ഇതാണ്ട അമ്പലം, ഇതാണ് ആ അണ്ണം പറഞ്ഞ അമ്പലം കേട്ടോ, ഇതാണ് അമ്പലം. നമ്മളിപ്പോൾ അമ്പനാട് നിന്ന് കയറി വന്ന വഴിയാണ് ഈ വഴി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേ പോയാൽ നമുക്ക് അമ്പനാട് പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനച്ചാടിക്ക് പോകുന്ന റൂട്ട് ഇതാണ് കേട്ടോ. ഞാൻ ഈ അമ്പലം മുമ്പൊരു ദിവസം ആനച്ചാടി വന്നപ്പോഴത്തേക്ക് ഈ അമ്പലവും ഈ വളവിൽ ഈ അമ്പലവും കണ്ടതായിട്ട് ഓർമ്മ വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ആനച്ചാടിക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ അവിടെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പാഴാവും. എന്തായാലും തിരിച്ചൊന്ന് പോകാം. തിരിച്ചു പോയിട്ട് നമുക്ക് അവിടെ മുതൽ വരാം. ഇവിടെയാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ, ഇവിടെ ഫുള്ളും ആൾക്കാരൊക്കെയാണ്. നമ്മളവിടെ ഒരു ഇത്തിരി വട്ടക്കം വന്നതാണ്, കാണാനൊന്നുമില്ല. നമ്മൾ നേരത്തെ പോയ താഴെ ഭാഗം ഉണ്ടല്ലോ, തോട്ടത്തിൻ്റെ താഴോട്ട് നമ്മൾ പോയില്ലേ, അവിടോട്ട് ഇവിടെ നിന്ന് നോക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കാണുന്നത്. ഇതാണ് അവിടുത്തെ വ്യൂ പോയിൻ്റ്. നമ്മളിഞ്ഞ് പോകുന്നതാകുന്നു ആനച്ചാടി വഴിയാണ് പോകുന്നത്. ഇനി ഒരു ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് താഴോട്ടൊന്ന് പോകണം. താഴോട്ട് നമ്മൾ പോയ സ്ഥലമുണ്ടല്ലോ, ഒരു അമ്പലം കണ്ടത്, അത് ആനച്ചാടി അല്ലെന്ന് തോന്നുന്നു കേട്ടോ. ആനച്ചാടിയിലോട്ട് പോകുന്ന റൂട്ടല്ലെന്ന് തോന്നുന്നത്. മയിലിനെ ആണെങ്കിൽ ഇഷ്ടം പോലെ മയിലുകൾ കേട്ടോ, മയിലിൻ്റെ ബഹളം.
ഇവിടുത്തെ തേയില ഫാക്ടറിയാണ് കേട്ടോ അത്. അവിടെ ഒരു കുളമൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ തേയില ഫാക്ടറി. ഞായറാഴ്ച അതൊക്കെ അടച്ചിരിക്കും കേട്ടോ, അല്ലെ അതിനകത്ത് കയറി കാണാം. നമ്മൾ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാം നമുക്ക്. ഒരു ചെറിയ ഒരു കടയൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഒന്നും കഴിക്കുന്നില്ല. ആനച്ചാടി പോകുന്ന റൂട്ട് അതല്ല. ആനച്ചാടി പോകുന്ന റൂട്ട് കുറേ കൂടെ പോകണം. എൻ്റെ ഈ ബാക്കിലത്തെ വണ്ടിയുടെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ആണ്ട് ലൂസായിട്ട് കിടക്കുക കേട്ടോ. അത് കിടന്ന് കടകടാ അടിക്കുന്നു, ഭയങ്കര സൗണ്ട്. ഈ തറയിൽ പോവുമോ? ഇപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി ഇവിടെയൊക്കെ. നമ്മൾ വരുമ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് അകത്ത് കയറുന്നത് ബൈക്കിൽ. പിന്നെ ഒരു ട്രാവലർ അവിടെ കിടപ്പുണ്ട്, അത് അവിടെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. മഹേന്ദ്ര. ഇവിടെ ഒരു വണ്ടിയുണ്ട്, മഹേന്ദ്ര ഓടുന്ന ഒരു പയ്യൻ. നമുക്ക് അവൻ്റെ നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൊണ്ട് കറക്കി കാണിക്കും. ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ, അടിപൊളി സ്ഥലങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. മുമ്പ് പണ്ടാണ്ട് ഒരു ദിവസം വന്നപ്പം പരിചയപ്പെട്ടതാ, പക്ഷെ അന്ന് നമ്പർ വാങ്ങിച്ചായിരുന്നു, എൻ്റെ ഇത് പോയി. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു അരുവി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. താഴോട്ടങ്ങനെ ഒഴുകുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അവിടെ ഒരു 3-4 മയിലുകളൊക്കെ നിൽക്കുന്നുണ്ട്. പെൺമയിലാണ് കേട്ടോ, ഭംഗിയുള്ള മയിലൊന്നുമല്ല, പെൺമയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആനച്ചാടി റൂട്ട് കയറി കേട്ടോ. നമ്മൾ ആനച്ചാടി റൂട്ട് കയറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ, ഇവിടെ നിന്ന് സത്യം പറയാൻ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. കോടയൊന്നുമില്ല ഇപ്പം, കോടയൊക്കെ കുറഞ്ഞ്. രാവിലെ വന്നപ്പോൾ നല്ല കോടയൊക്കെ ആയിരുന്നു, ഇപ്പോൾ കോടയൊക്കെ കുറഞ്ഞ്. അങ്ങനെ നമ്മൾ നേരെ ആനച്ചാടി വഴി നേരെ ഇനി കഴുതുരുട്ടിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ താണ്ട ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഇവിടെ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. താഴോട്ടൊക്കെ കുറച്ച് കോടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അങ്ങനെ പോവാം. പക്ഷേ ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഡേഞ്ചർ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയൊക്കെ ഉള്ള, കരടി, ആനയൊക്കെ, പുലിയൊക്കെ ഉള്ള ഒരു ഡേഞ്ചർ സ്ഥലമാണ്. അപ്പോൾ കുറേ അങ്ങ് പോകണം. നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം. ഇതിലേ വലുതായിട്ട് തിരക്കൊന്നുമില്ല. താഴെ റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഈ ടൂറിസ്റ്റുകളൊക്കെ വരും. ഇതിലേ വലുതായിട്ട് തിരക്കൊന്നുമില്ല. അവിടെയൊക്കെ കണ്ടോ, നല്ല പച്ചപ്പായിട്ട്, നല്ല തേയിലപ്പാടം നോക്കെ പച്ചയായിട്ട് കിടക്കുന്നു. നല്ല കോടയൊക്കെ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി നോക്കെ. സൂം ക്ലിയർ കിട്ടുമെന്ന് പറയുമ്പോൾ മൊത്തം മഞ്ഞായിട്ട് കിടക്കുകയാണ്. നമ്മളെ വണ്ടി ഇവിടെ എത്തിക്കുകയാണ്. നമ്മളിനി എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. താഴെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളിയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല മഴക്കോളും വരുന്നുണ്ട്. റോഡൊക്കെ പക്ക ഓഫ് റോഡാണ്. ഓഫ് റോഡായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഓഫ് റോഡൊക്കെ നല്ല ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. റോഡുകൾ കണ്ടോ സുഹൃത്തേ, ഏതാണ്ട ഇത് കണ്ടോ, മൊത്തവും ഓഫ് റോഡാണ്. ആഹാ,
ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി കൂടെയാണ്. ഇനിയാണ് നമ്മൾ പേടിച്ച് പോകേണ്ടുള്ളത്. ഭയങ്കര ഇരുട്ട് കേട്ടോ, ഭയങ്കര ഇരുട്ടി മൂടിക്കിടക്കുകയാണ്. 10:30 കേട്ടോ. ഞാനൊരു ജീപ്പിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ബസ് രാവിലെ വന്നതും അപ്പോൾ തിരിച്ച് പിന്നെ ഒരു ജീപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് 10:30 കേട്ടോ. 10:30 നമുക്ക് രാവിലെ ആ ബസ്സിൽ വന്നാലേ 5:30 ആര്യങ്കാവിൽ നിന്ന് എടുക്കും. കഴുതുരുട്ടി വന്ന് നിന്നാലും നമുക്ക് ആ ബസ് കിട്ടും. കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് കഴുതുരുട്ടി വന്നു കഴിഞ്ഞാൽ ആ ബസ് കിട്ടും. ആര്യങ്കാവിൽ നിന്ന് 5:30 എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവിടെ വന്ന് നിൽക്കണം. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 10:30 വരെ നമുക്ക് ഇതിനകത്തൊക്കെ നിന്ന് കറങ്ങിയിട്ട് 10:30 ആ ജീപ്പിൽ കയറി നമുക്ക് വീണ്ടും ഈ റൂട്ട് ആനച്ചാടിയിലെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട ആ ജീപ്പിനകത്ത് അങ്ങനെ നമുക്ക് കഴുതുരുട്ടി പോവാം. ആ ബസ്സിൽ വരുമ്പോൾ അവിടെ തിരക്കിയാൽ മതി ജീപ്പിൻ്റെ കാര്യം. അപ്പോൾ അവർ കറക്റ്റ് സമയം പറഞ്ഞു തരും. ആ ജീപ്പ് ഇച്ചിരി നേരത്തെ ഇവിടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ജീപ്പ് യാത്ര നല്ല രസമാണ്. ഒരു ദിവസം വന്ന് അങ്ങനെ ജീപ്പ് യാത്ര ചെയ്യണം. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കാഴ്ച. കാഴ്ച കണ്ടോ സുഹൃത്തുക്കളെ, കാഴ്ച കണ്ടോ. അവിടെയൊക്കെ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ടോ, സൂപ്പറല്ലേ. നമ്മളീ പിന്നെ അമ്പനാട് ഹിൽസിൽ ഫുള്ള് സ്ഥലത്തും കയറി 3/4 ഭാഗം സ്ഥലവും നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അടിപൊളി. അവിടെയൊക്കെ തേയിലയൊക്കെ നോക്കെ, ആ വെട്ടം അടിക്കുമ്പോൾ ആ ഒരു പച്ചപ്പ് നോക്കെ. പോകാം. ഇതൊക്കെ ഫോറസ്റ്റ് ആയിട്ട് അവരുടെ ജെണ്ടയൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് ആരും കയറരുത്, ഇതിലേ പോകുക. ഇതിലേ പോയാൽ ഒരു കുഴപ്പവുമില്ല. മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ കേസെടുക്കും. അപ്പോൾ 2 പേര് അവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് അവർ സെൽഫി എടുക്കുന്നു. ഇതെന്താ, ഒരു കമ്പൊക്കെ കുറുവേ വെച്ചിരിക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ ഹാൻഡിലൊക്കെ ഇതിനകത്തൊന്നും പിടിക്കാൻ വയ്യെന്നല്ല, ഒരു തണുപ്പുണ്ട്. ഭയങ്കര കൂടുതൽ തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു തണുപ്പുണ്ട്, നല്ലൊരു തണുപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴെയൊക്കെ തുറക്കത്തില്ലേ, ഡബിൾ ഡോറിൻ്റെ താഴെയൊക്കെ തുറക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ, ആ തണുപ്പുണ്ട്. അവിടെ നിന്നൊരു ജീപ്പ് വരുന്നു. ഇത് ഫുള്ള് ഓഫ് റോഡാണ്. അമ്പലം. അപ്പോൾ ഞാൻ നേരത്തെ വന്നെന്ന് പറഞ്ഞ സ്ഥലം ഇതല്ല, ഞാൻ ഈ അമ്പലമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേ ഒന്ന് കറങ്ങിയായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. അയ്യോടാ, അത് ഈ റൂട്ടല്ല. ഞാൻ വിചാരിച്ച അമ്പനാട് വന്ന് ഇറങ്ങിയെന്നത്, അല്ല ആനച്ചാടി വന്ന് ഇറങ്ങിയെന്ന്. ഇങ്ങോട്ട് പോകണ്ട, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം. അതിൻ്റെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഒരു ഉയരത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇവിടെ എല്ലാം ഈ തേയില കവാത്തി ഇതൊക്കെ മണ്ടയൊക്കെ വെട്ടിമുറിച്ച് ഇങ്ങനെ ഒതുക്കിയൊക്കെ നിർത്തിയിരിക്കുക. അതെല്ലാം ഇനി കിളിർത്ത് വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുലുങ്ങിയാണ് പോകുന്നത് സുഹൃത്തുക്കളെ. ഫുള്ളും ഓഫ് റോഡാണ്. രാവിലെ മുതലേ ഓഫ് റോഡ് ഓടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വയറൊക്കെ കുറയും കേട്ടോ ഇതിലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ. അയ്യോ, പ്രത്യേകതര കിളികളൊക്കെ ഉണ്ട്. ഇനി ഒരു ദിവസം വരുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറണം. ഒരു 2 സ്ഥലം വിട്ട് ആ സ്ഥലത്തൊക്കെ ഒന്ന് പോകണം. ഇത് തേയില തൂക്കുന്നതാണ് കേട്ടോ. ഇവിടെ ത്രാസ് വെച്ചിട്ടേ ആ കമ്പിനകത്ത് കൊളുത്തിയിട്ടിട്ട് തൂക്കുന്നതാണ് അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്.
ഇവിടെയൊക്കെ ഇന്ന് ഞായറാഴ്ചയാണ്. നേരത്തെ അല്ലാത്ത ദിവസം വന്ന് നമുക്ക് തേയിലയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ തേയിലയൊക്കെ ഇല കളക്ട് ചെയ്തുകൊണ്ട് പോണ ആൾക്കാരെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട സെൽഫി എടുത്ത പിള്ളേരൊക്കെ അതുകൊണ്ട് അവർ പോകുന്നു. ഒരു 4 പേരുണ്ട് കേട്ടോ, 2 വണ്ടിയിൽ. ഈ 2 പേര് വിധിച്ചു ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. കൊല്ലത്ത് നമ്മൾ തേയിലത്തോട്ടം എന്ന് പറയുമ്പം ചെറുതൊന്നും അല്ല കേട്ടോ, വലിയ തേയിലത്തോട്ടമാണ്. ഇതിപ്പോൾ ഈ കിളിർത്തൊക്കെ പിന്നെ ഇതൊക്കെ കോതി നിർത്തിക്കുന്നതുകൊണ്ട് വലിയ ഭംഗിയില്ല, എന്നാലും ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുറേ ഇതാവണം, വളരണം. ഇതിപ്പോൾ അവർ ഈ കവാത്ത് ചെയ്ത് നിർത്തുമല്ലോ, ഇത് മണ്ടയൊക്കെ വെട്ടിയിട്ട് ഒതുക്കി ഇങ്ങനെ നിർത്തുമല്ലോ പുതിയ ഇല വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആക്കി കുറേ അടുത്തൊക്കെ നിർത്തിയിരിക്കുക. പക്ഷേ ഇത് ഒരുപാടുണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് അമ്പനാട് നിന്ന് കയറി വരുമ്പോൾ കുറച്ചൊക്കെ കാണാൻ പറ്റത്തുള്ളൂ, പക്ഷേ കുറേ ഉണ്ട്, കിലോമീറ്ററോളം ഉണ്ട് ഇത്. ഇതിപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, രാവിലെ 7:00 കയറി ഇപ്പോൾ 11 മണിയാവാൻ പോകണം. ഈ 11 മണി വരെ ഈ തേയിലത്തോട്ടമാണ് ഇത്രയും വണ്ടി ഓടിയപ്പം കാണുന്നത്. കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഈ റോഡും കൂടെയൊക്കെ കൊള്ളാമെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പക്ഷേ നമ്മൾ മൂന്നാറും അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വാൽപ്പാറയൊക്കെ പോകുമ്പോഴത്തേക്ക് ആ റോഡൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആ റോഡും ആ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ റോഡൊന്നും കൊള്ളത്തില്ല, റോഡൊക്കെ കണാകുണാ റോഡുകളൊക്കെയാണ്. റോഡൊക്കെ അടിപൊളിയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. പിന്നെ ഈ പിള്ളേരൊക്കെ വരും, അവിടെയൊക്കെ കാണാൻ കൊള്ളാം കേട്ടോ. അവിടെയൊക്കെ നല്ല തേയിലത്തോട്ടമാണ്. അതാണ്ട് ആ മയിൽ നിൽക്കുന്നതൊക്കെ ഒരെണ്ണം അപ്പുറത്താണ് കേട്ടോ, 3 എണ്ണം ഉണ്ട് മൊത്തം. ആ മരത്തിൻ്റെ അടിപൊളി അത് നിൽക്കുന്നതൊക്കെ. നല്ല മണം. വയറ് വിശക്കുന്ന സുഹൃത്തുക്കളെ, കാട്ടിൽ 10 ദിവസം കിട്ടിയായിരുന്നു കഴിക്കാമായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ യാത്ര ചെയ്ത് നേരെ പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല തേയിലത്തോട്ടമാണ് കേട്ടോ. അവിടെ ഒരു സെമിത്തേരി കാണുന്നു കേട്ടോ, രണ്ട് സെമിത്തേരി ആ മലയുടെ മുകളിൽ കാണുന്നുണ്ട്. വയ്യ, അവരുടെ സെമിത്തേരി ആണോന്ന് അറിയാൻ വയ്യ. കുറച്ച് ദൂരമാണ് കേട്ടോ, ഒരു 100 മീറ്ററോളം വരും. അങ്ങ് മലയുടെ മുകളിൽ കാണുന്നുണ്ടോ, അവിടെ ഒരാണ്ട, അതാണ് ആ സെമിത്തേരി. അപ്പോൾ ഇത് ഫുള്ളും തേയിലത്തോട്ടങ്ങളാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റ്, നല്ല തണുപ്പുണ്ട്. ഞാൻ പറയുന്ന കണക്കല്ല, ഇവിടുത്തെ തേയിലത്തോട്ടത്തിനൊരു വൃത്തിയില്ല. അങ്ങോട്ടൊക്കെ നല്ല വൃത്തിയുണ്ട്, അവിടെയൊക്കെ നല്ല കാണാൻ കൊള്ളാം. ഇവിടുത്തെ വെയിൽ കൊള്ളാനൊരു സുഖമുണ്ട് കേട്ടോ. തണുപ്പും വെയിലും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു നല്ല സുഖം, നല്ല ഫീലുണ്ട്. തേയിലത്തോട്ടം താഴോട്ട് കിടക്കുക കേട്ടോ. നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. ഇതൊരു നല്ല സ്ഥലമാണ്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് അടച്ചിട്ടിരിക്കുന്നു. ചായ
പടവും ഫോട്ടോ ഒക്കെ കൊടുത്തിരിക്കുന്നു. ഛേ, അതും പോയി. ഇനിയിപ്പോൾ ചായ കുടിക്കണമെങ്കിൽ കഴുതുരുട്ടി ചെല്ലണം. അതുവരെ അങ്ങനെ സഹിച്ചിരിക്കാം. ചായ കുടിച്ചാൽ പോരാ സുഹൃത്തുക്കളെ, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. വിശക്കാതിരിക്കുന്ന എങ്ങനെയാ? ഇത് എന്തുമാത്രം ഓഫ് റോഡാണ്, കുടോ എന്നും പറഞ്ഞിട്ട് ഓടിച്ചത്. ഇപ്പോഴാണ് ഇച്ചിരി മാറിയത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാമം. ഇവിടെ നമ്മൾ എന്തുകൊണ്ടൊക്കെ കാണിക്കണം. അപ്പോഴേ പാസ് കാണിച്ച് ഗേറ്റ് തുറന്ന് നിന്ന് നമ്മളങ്ങനെ പുറത്ത് ചാടിയായിട്ടും തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. തേയിലത്തോട്ടം തീരുന്നില്ല. ഒരു ചായക്കട കിട്ടിയായിരുന്നെങ്കിൽ ഒരു ചായ കുടിക്കാമായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഒരു ഉന്മേഷം വരും. ഇവിടുത്തെ തേയിലയുടെ ചായ ആയിരിക്കുമല്ലോ. ഒരു ചായക്കടയൊക്കെ വേണമായിരുന്നു. ഈ ഞായറാഴ്ച ആണ്ട് അതും ഇല്ലാതെ കേട്ടോ. അല്ലാത്ത ദിവസം വന്നാൽ, അല്ലാത്ത ദിവസം ഇവിടെ ആരാ ചായ കുടിക്കാൻ വരുന്നത്? ഈ അവധി ദിവസങ്ങളിലല്ലേ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരത്തുള്ളൂ. പിന്നെ അല്ലാത്ത ദിവസം എന്നെയൊക്കെ കണക്കുള്ള ആൾക്കാരൊക്കെ വരും, അല്ലാതെ ഉള്ള ആൾക്കാരൊന്നും വരത്തില്ല. ഇപ്പോൾ എനിക്കും സമയമില്ല. ഞായറാഴ്ച വരത്തില്ല എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു യാത്ര ചെയ്യാൻ. ഞായറാഴ്ച നമുക്ക് പറ്റത്തില്ല. അല്ലാത്ത ദിവസം ജോലി ലീവ് എടുത്തിട്ട് വേണം വരാൻ. അപ്പം ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഇറങ്ങിയത് അങ്ങനെ. അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് ചായക്കടയൊന്നും ഇല്ല. ഞാൻ തെന്മല വന്നൊരു 3 ദോശ കഴിച്ചു. ആ ദോശ അത്ര പോരായിരുന്നു.